ഇന്നത്തെ സമൂഹത്തിൽ യൂത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അഡിക്ഷൻ എന്നുള്ളത്. അത് പല രീതിയിലുള്ള അഡിക്ഷൻ ആവാം. ഒന്ന് ഡ്രഗ്സ്, മയക്കുമരുന്ന്, അല്ലെങ്കിൽ കഞ്ചാവ്, MDMA ഇങ്ങനെയുള്ള സംഗതികളെല്ലാം നിങ്ങൾക്കറിയാം. പല അഡിക്ഷൻസ് നേരിടുന്നുണ്ട്. നമ്മൾ ഇയാളെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇയാളുടെ അഡിക്ഷൻ മാറുമോ? ഒരു 90% അഡിക്ഷൻ എന്ന് പറയുന്നത് റിലാപ്സ് ആണ്. 90% ആൾക്കാരും തിരിച്ചു വരും. ഇതിന് ആദ്യം നമ്മൾക്ക് വേണ്ടത് സെൽഫ് അവെയർനെസ് ആണ്. സോ നിങ്ങൾ ഏത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ടും സെൽഫ് അവെയർനെസ് പേഷ്യൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്ത് ഇത് നിർത്തണം, അല്ലെങ്കിൽ എനിക്കിതും കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് ഒരു ആൾക്ക് തോന്നിയാണ് അയാൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവും. അല്ലാതെ നമ്മൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും നിർബന്ധിച്ച് അയാളെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുന്നു. ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞ് അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും അത് റിലാപ്സ് ചാൻസസ് ആണ് കൂടുതലും. സോ അങ്ങനെയുള്ള ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് അവരെ കൊണ്ട് ആദ്യം അവരുടെ പ്രോബ്ലംസ് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പ്രോബ്ലംസ്, അവരെന്തുകൊണ്ടാണ് ഈ ആൽക്കഹോളിലേക്ക് പോയത് എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ട്രെയിൻഡ് കൗൺസിലറെ കൊണ്ട് അസസ് ചെയ്ത് അവരെ അതിനൊന്ന് വില്ലിങ് ആക്കിയതിന് ശേഷം കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവ്നെസ് ആ ട്രീറ്റ്മെൻറ്റിലൂടെ കിട്ടാനായിട്ട് സാധിക്കും. സോ അഡിക്റ്റീവ് പേഴ്സണാലിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സെൽഫ് അവെയർനെസ് എന്നുള്ള സംഭവമാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. ആ സെൽഫ് അവെയർനെസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പേഷ്യൻറ്റിനെ കൊണ്ട് അല്ലെങ്കിൽ ആ അഡിക്റ്റീവ് പേഴ്സണെ കൊണ്ട് അവന് ഈ സാധനം അല്ലെങ്കിൽ നിർത്തണം എന്നുള്ള ആവശ്യം അവൻ്റെ ആവശ്യമാണെന്ന് അവനെ മനസ്സിലാക്കിയതിന് ശേഷം അവന് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് 100% സക്സസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്.